ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് CPM. ചർച്ചയില്ലാതെ ഒപ്പിട്ടത് വീഴ്ച തന്നെയാണ്. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും ഇടതുമുന്നണിയിലും ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അത് വീഴ്ചയാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണ് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, അതിലൊരു വീഴ്ചയേ ഉള്ളൂ, അത് ചർച്ചയില്ലാതെ തീരുമാനമെടുത്തു എന്നതാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അങ്ങനെയെങ്കിൽ ഈ കരാർ ഒപ്പിട്ടതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പാർട്ടി പറയുകയല്ലേ? തീർച്ചയായിട്ടും PM ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ വീഴ്ച പറ്റി. മന്ത്രിസഭയും മുന്നണിയും പൂർണ്ണാർത്ഥത്തിൽ ചർച്ച ചെയ്തില്ല എന്ന് സമ്മതിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMന്റെ സംസ്ഥാന സമിതി യോഗശേഷമുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്ത് വലിയ വിവാദമായിരുന്നു. അങ്ങനെ CPIയുടെ കടുത്ത എതിർപ്പുണ്ടായി. നയപരമായ കാര്യമായി കൂടി അത് കണ്ട് മുന്നണിയുടെ നയപരമായ സർക്കാരിന്റെയോ നയപരമായ അനുമതിയില്ലാതെ എടുത്ത തീരുമാനം അത് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാട് CPI എടുത്തോടുകൂടിയാണ് PM ശ്രീ കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതുവരെയും അത് കത്തയച്ചിട്ടില്ലെങ്കിൽ പോലും ആ തീരുമാനം ശരിയായില്ല എന്ന് തുറന്നു സമ്മതിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ ഇടതുമുന്നണി യോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. അതിലെയും പ്രധാന അജണ്ടകളിലൊന്ന് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. മുന്നണിയെ ഇരുട്ടു നിർത്തിക്കൊണ്ടുള്ള ഇത്തരം ഒരു നീക്കത്തിനെതിരെ യോഗത്തിൽ വിമർശനം ഉയർന്നേക്കാം. RJD അടക്കമുള്ള കക്ഷികൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുന്നണി യോഗത്തിലും അത് ഉയർന്നു വന്നേക്കാം. ഏതായാലും CPI ഇപ്പോൾ തെറ്റ് തുറന്ന് സമ്മതിക്കുകയാണ്. MV ഗോവിന്ദനോട് ഉള്ള ചോദ്യം പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റും മന്ത്രിമാരും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് കൃത്യമായി മറുപടി പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞുമാറി. അതിന് ഒടുവിലാണ് അദ്ദേഹം അതിലൊരു വീഴ്ച വന്നത്. പൂർണ്ണാർത്ഥത്തിൽ മുന്നണിയും സർക്കാരും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയത്. മുന്നണിയിലും ഒരുപക്ഷെ അത്തരമൊരു മുന്നണി യോഗത്തിലും അത്തരമൊരു വിശദീകരണം MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. മുന്നണി CPI ഈ വിഷയം ഉന്നയിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അവരെ സംബന്ധിച്ച് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ മറ്റു പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. മുന്നണിയെ ഇത്തരം നയപരമായ കാര്യങ്ങളിൽ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിലെ മന്ത്രിമാർ അറിയാതെ തീരുമാനം എടുക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു നയപരമായ വിഷയം കൂടിയാണ്. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന് രാഷ്ട്രീയ രീതിക്ക് അനുസരിച്ചുള്ള തീരുമാനമായിരുന്നില്ല PM ശ്രീ കരാർ. ദീർഘനാളായി എതിർത്തു വന്ന ഒരു കരാറാണ്, എതിർത്ത് വന്ന ഒരു വിഷയമാണ് ദേശീയ പാഠ്യപദ്ധതി അടക്കമുള്ളവ. അതിൽ കരാർ ഒപ്പിട്ടൽ കടുത്ത എതിർപ്പ് നേരത്തെ തന്നെ CPM മുന്നണിയിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു കരാറിൽ ഒപ്പിട്ടത്. അതിപ്പോൾ CPM തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് മുന്നണി യോഗത്തിലും അത് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്.